ഹലോ, ബിൽഡർ കരിയറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കീർത്തി. അപ്പോൾ നമ്മൾ RRB ALP എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് LP എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഇന്ന് നോക്കുന്നത് റീസണിംഗ് ആണ്. സെക്കൻഡ് ഡേയിലെ ഫസ്റ്റ് ഷിഫ്റ്റിൽ ചോദിച്ച റീസണിംഗ് ആണ് ചോദിക്കുന്നത്. നമുക്ക് മാക്സിമം ALP പെട്ടെന്ന് തീർത്തിട്ട് ഇനി വരുന്ന ബാക്കി നടന്നുകൊണ്ടിരിക്കുന്ന എക്സാംസ്, ഇപ്പം JEE ഒക്കെ സ്റ്റാർട്ട് ആവാനായിട്ടുണ്ട്. അപ്പോൾ JEEയുടെയും ബാക്കി ടെക്നീഷ്യന്റെയും എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കുറച്ച് സമയം എടുത്താലും നമ്മൾ NTPCക്ക് ഇതെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് NTPCക്ക് നിങ്ങളെ വൃത്തിയായിട്ട് പ്രിപ്പയർ ചെയ്യിക്കും. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ JEEക്കും ടെക്നീഷ്യനും ഒക്കെ നമുക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എക്സ്ക്ലൂസീവ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എക്സാംസ്, എസ്പെഷ്യലി RRB SSC എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മുടെ ചാനലിൽ കണ്ടന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടു നോക്കുക. കാണുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? രോഹിത് സ്റ്റാർട്ട്സ് ഫ്രം പോയിന്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും നമ്മൾ അധികം സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എവിടേക്കാ പോകുന്നത്? ഈസ്റ്റിലേക്ക് പോകുന്നുണ്ട്. എത്ര കിലോമീറ്റർ പോകുന്നുണ്ട്? 25 കിലോമീറ്റർ പോകുന്നുണ്ട്. ഈസ്റ്റിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്തു? റൈറ്റിലേക്ക് തിരിഞ്ഞു. ഈസ്റ്റ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഇപ്പുറത്തേക്കായിരിക്കും. എത്ര കിലോമീറ്റർ വന്നു? 17 കിലോമീറ്റർ വന്നു. ദെൻ ടേൺസ് റൈറ്റ്. എഗെയിൻ ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്തു. അപ്പൊ ഈ സൗത്തിലേക്കാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. എത്ര കിലോമീറ്റർ പോയി? 14 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. ദെൻ ഹി ടേൺസ് റൈറ്റ്. എഗെയിൻ റൈറ്റിലേക്ക്. അപ്പൊ എന്താണ്? ഇവിടെ ഇനി ഇവിടെയാണ് റൈറ്റ്. അപ്പം റൈറ്റിലേക്ക് എത്ര ദൂരം പോയിട്ടുണ്ട്? 11 കിലോമീറ്റർ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത് വരയ്ക്കുമ്പോൾ പ്രോപ്പറായി വരയ്ക്കണം. ഇത് 17 ആണെങ്കിൽ ഇത് അതിന്റെ പകുതിയിൽ കൂടുതലായിട്ട് നിൽക്കുകയുള്ളൂ. ഓക്കെ, ഹി ടേക്സ് എ ലാസ്റ്റ് ലെഫ്റ്റ് ടേൺ. എഗെയിൻ ഒരു ലെഫ്റ്റ് പോയി. എന്നിട്ട് എത്ര ട്രാവൽ ചെയ്തു? 11 ട്രാവൽ ചെയ്തു. എന്നിട്ട് പിയിൽ സ്റ്റോപ്പ് ചെയ്തു. എയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പിയിൽ സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി എയിലേക്ക് എത്താൻ ഏത് ഡയറക്ഷനിൽ എത്ര ദൂരം പോകണം എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ നോർത്ത് ആണെന്ന് നമുക്ക് മനസ്സിലായി. എത്ര ദൂരമാണ് പോവേണ്ടത്? നോർത്തിൽ നിന്നും സൗത്തിലേക്ക് എത്ര ദൂരമാണ് വന്നത്? 17 കിലോമീറ്റർ വന്നു അല്ലെ. ഇവിടുന്ന് തിരിച്ച് എത്ര പോയിട്ടുണ്ട്? 11 പോയിട്ടുണ്ട്. അപ്പൊ ഇനി എത്ര കിലോമീറ്റർ കൂടെ പോകണം? 6 കിലോമീറ്റർ കൂടെ നോർത്തിലേക്ക് പോകണം. ദാറ്റ് മീൻസ് ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു സർക്കുലർ ടേബിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അപ്പൊ ഈ സീറ്റഡിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. എത്ര ആൾക്കാരുണ്ട്? 3 4 5 6 7. 7 പേരാണ് അല്ലെ. 1 2 3 4 5 6 7. 7 പേരുണ്ട്. നമുക്കിനി ചെയ്തു തുടങ്ങാം. ഓക്കെ, എന്താണ് ക്വസ്റ്റ്യൻ? എന്താ പറഞ്ഞിരിക്കണേ? F sits second to the left of E. ഓക്കെ, അപ്പം ഇവിടെയാണെങ്കിൽ F എവിടെയാണ്? സെക്കൻഡ്. 1 2. ഇവിടെയാണ് ആരിയ്ക്കുന്നത്? F ഇരിക്കുന്നത്. ഓക്കെ, A sits third to the right of B. ബിയുടെ റൈറ്റ് സൈഡിൽ തേർഡ് പൊസിഷനിലായിട്ടാണ് ആരിയ്ക്കുന്നത്? A ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ആക്ച്വലി ആ ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബിനെ ഇവിടെ കൊടുത്താല് ബിയുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്കാണ്. തേർഡ് ആണ് അല്ലെ. 1 2 3. ഇവിടെയാണ് A ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. M sits third to the left of L. M Lന്റെ ലെഫ്റ്റ് സൈഡിലെ തേർഡ് ആണ്. അപ്പൊ ലെഫ്റ്റ് സൈഡിലെ തേർഡ് എന്ന് പറയുമ്പം ഇനി ഇവിടെ മാത്രമേ ബാക്കിയുള്ളൂ അല്ലെ. ഇത് ഇങ്ങോട്ടേക്കാണ് റൈറ്റ്, ഇത് ലെഫ്റ്റ്. അപ്പൊ 1 2 3. അപ്പൊ ഇവിടെ M ഇരിക്കട്ടെ. A sits immediate right of M. A M ന്റെ ഇമ്മീഡിയറ്റ് റൈറ്റ് ആണ്. ഓപ്ഷൻ കറക്റ്റ് ആണ് അല്ലെ. P is not the immediate neighbor of M. P M ന്റെ ഇമ്മീഡിയറ്റ് നൈബർ അല്ല. അപ്പൊ നമുക്ക് ഇവിടെ P ഇവിടെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മളോട് ഇനി എന്താ ചോദിച്ചിരിക്കണേ? F ന്റെ സെക്കൻഡ് ടു ദ ലെഫ്റ്റിൽ ആരായിരിക്കുന്നത്? ഇത് F ന്റെ റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡും ആണ്. സെക്കൻഡ് ആരായിരിക്കുന്നത്? P ആണ് ഇരിക്കുന്നത്. സോ ഓപ്ഷൻ ഡി P ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ ഒരു സെന്റൻസിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അത് അവിടെ നിർത്തിയിട്ട് അടുത്ത സെന്റൻസ് എടുത്ത് പൊക്കോണ്ടിരിക്കുക. ഏതെങ്കിലും ഒരിടത്ത് എത്തുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി ഇൻ കേസ് കണക്ട് ചെയ്യാൻ ഏതും കണക്റ്റഡ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ അസ്യൂം ചെയ്ത് അങ്ങോട്ട് കൊടുത്തിട്ട് മാറ്റി മാറ്റി എഴുതുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും. സോ ഇത് എന്തായാലും ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. 1 മാർക്ക് ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് സീറ്റിംഗ് അറേഞ്ച്മെന്റ്. ഓക്കെ,
നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് ടു നമ്പേഴ്സ് ഷുഡ് ബി ഇന്റർചേഞ്ച്. ഓക്കെ, നമുക്ക് ക്ലാരിറ്റി ഉണ്ട് അല്ലേ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻ, ഏത് നമ്പർ ആണ് ചേഞ്ച് ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 85 ആൻസർ കിട്ടാനായിട്ട്. അപ്പൊ ഞാൻ കൂടുതൽ ഇത് പറഞ്ഞ് കോംപ്ലിക്കേറ്റഡ് ആക്കണില്ല. ഓൾറെഡി നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു യൂണിറ്റ് ഡിജിറ്റ്സ് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യം. ഓക്കെ, അപ്പൊ ഇവിടെ വരേണ്ടത് 186ഉം 129ഉം ആണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കിക്കേ, ഇവിടെ 129 മൈനസ് 82, അപ്പൊ എന്ത് വരും, 9 മൈനസ് 2 എന്നാണ് വരിക. 9 മൈനസ് 2ന്റെ 9 മൈനസ് 2 അവിടെ എഴുതി, പ്ലസ് ഇവിടെ എന്താണ് 129 ഡിവൈഡഡ് ബൈ 3. 9 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 3 തന്നെയാണ് വരിക, മൈനസ് എന്താ വരിക 129 അല്ല, സോറി, അവിടെ നമ്മൾ തെറ്റിക്കും. ഓക്കെ, നമുക്ക് ഇവിടെ എന്താ വരിക, 129ഉം 186ഉം ആണ് നമ്മൾ മാറ്റേണ്ടത് അല്ലെ. അപ്പൊ ഇവിടെ എന്താ വരിക, 9 മൈനസ് 2 ആണ് അല്ലെ, 129 ആണ്. 186ന്റെ പ്ലേസിൽ നമ്മൾ 129 എന്നും 129ന്റെ പ്ലേസിൽ നമ്മൾ 186 എന്നും കൊടുത്തു. അപ്പം 9 മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമുക്ക് 7 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആണ്, സോറി. 9 മൈനസ് 2 പ്ലസ് ഇവിടെ എന്താണ് 8/3 എന്ന് പറയുമ്പോൾ നമുക്ക് 2 ആണ് വരിക, മൈനസ് 6 8s are 48 ആണ്, സോ 8 എന്ന് വരും. പ്ലസ് 31 മൈനസ് 19 എന്ന് പറയുമ്പോൾ നമുക്ക് 12 ആണ് വരിക, അപ്പൊ 2 വരും, ഇൻറ്റു 2 എന്ന് വരും. ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 9 മൈനസ് 2 7 ആണ്, പ്ലസ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. 7 പ്ലസ് 2 മൈനസ് 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വരും, മൈനസ് 6 എന്ന് വരും, പ്ലസ് 4 എന്ന് വരും. 7 മൈനസ് 6 1 ആണ്, 1 പ്ലസ് 4 എന്താണ്, 5 ആണ് വരുന്നത്. 85ന്റെ യൂണിറ്റ് ഡിജിറ്റ് 5 ആണ്. ഓക്കെ, അപ്പൊ ഒന്നുകിൽ ഇങ്ങനെ യൂണിറ്റ് ഡിജിറ്റ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, അത് ഏതാണോ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് സെറ്റ് ആവുന്നത് ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തത് x is to 68.4 is to 22. ഓക്കെ, അപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് കാണിച്ചു തരാം. 68.4 ഡിവൈഡഡ് ബൈ 18 എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 3.8 ആണ്. ഓക്കെ, അപ്പൊ ഇനി നോക്കിക്കേ, 3.8 ഇൻറ്റു 22, 8 2s are 6. ഇവിടെ 6 വരുന്നുണ്ട് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിരിക്കും എന്നുള്ള നമുക്കൊരു ധാരണയായി. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ചെയ്യാം. 1 6 16, 16 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ 22 ആണ്. 22 പ്ലസ് 1 23 ആണ്. 3 ബാലൻസ് ടു 6 8, 83.6. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്, x is equal to 18 എന്നും y is equal to 83.6 എന്നും നമുക്ക് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഇതെങ്ങനെ കിട്ടും എന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനത്തെ കുറെ ഓപ്ഷൻസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയാൽ മതി. ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും ഏതൊക്കെ രീതിയിലാണ് നമ്പേഴ്സ് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ നോക്കേണ്ടത്. ഓക്കെ, അടുത്തത് JGNK എന്നൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവര് തമ്മിൽ എന്താണ് റിലേഷൻ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ നോക്കിക്കേ, JKLMN. KLM എന്ന് പറയുമ്പം ഇവിടെ എന്താ വരുന്നത്, 4 എണ്ണം കഴിഞ്ഞിട്ടാണ് n വരുന്നത് അല്ലെ. പ്ലസ് 4 കഴിയുമ്പോഴാണ് n വരുന്നത്. n കഴിഞ്ഞ് 6ലേക്ക് പോവാനായിട്ട് നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട്, പ്ലസ് 4 തന്നെയാണ് വരുന്നത് അല്ലെ. ലൈക്ക് ഇവിടെ നോക്ക്, ബിയിൽ നിന്ന് ഐയിലേക്ക് പ്ലസ് 4 ആണ്, ഐയിൽ നിന്നും എമ്മിലേക്കും എന്ത് തന്നെയാണ്, അത് തന്നെയാണ് വരുന്നത്. ഓക്കെ, IJKLM. ഇനി ജിയിൽ നിന്നും എന്നിലേക്ക് നമുക്ക് 4 ആണ് വരുന്നത്. പക്ഷേ എന്നിൽ നിന്നും കെയിലേക്ക് 4 ആണ് വരുന്നത്. കെയിൽ നിന്നും ടിയിലേക്ക് നമുക്ക് എത്ര എണ്ണം വരുന്നുണ്ട് നോക്കിയേ, KLMNOPQRST പ്ലസ് 9 ആണ് ടിയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ബിയിൽ നിന്നും എഫിലേക്ക് 4 എണ്ണേ ഉള്ളൂ, എഫിൽ നിന്നും ഒയിലേക്ക് പ്ലസ് 9 ആണ്. അപ്പം ഈ ഒരു കണ്ടീഷൻ ആണ് നമ്മൾ ഇവിടെ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ, IJKLM NOPQRST PQ, 8ാമത്തെയാണ് Q വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ മതി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അടുത്തത് നോക്കിയേ, ഇത് അങ്ങനെ തന്നെ വരുന്നത്, J കഴിഞ്ഞിട്ട് JKLMNOPQRST
പി ക്യു ആർ ഇതും എന്താണ് 8 + 8 ആണ് വരുന്നത് അല്ലെ. അപ്പൊ ഇതല്ല. ഇനി ജെ കെ എൽ എം എൻ ഓക്കെ എം എൻ ജി കഴിഞ്ഞിട്ട് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ ഇതും എന്താണ് +8 ആണ്. സോ അതല്ല. ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ഇതും എന്താണ് നോക്കാല്ലേ. ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു എത്ര എണ്ണാണ് വരുന്നത്? 7 എണ്ണം കഴിഞ്ഞിട്ടാണ് ക്യൂ വരുന്നത് അല്ലെ. അടുത്തത് നോക്കാം. ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? HELIPR ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സം ബെഡ്സ് ആർ ടേബിൾസ്. ചില ബെഡുകൾ എന്താണ്? ടേബിൾസ് ആണ്. നോ ടേബിൾസ് ആർ ചെയർസ്. ഒരു ടേബിളും എന്തല്ല? ചെയർ അല്ല. ഓൾ ടേബിൾസ് ആർ ബെഡ്സ്. എല്ലാ ടേബിളും ബെഡ് അല്ല അല്ലെ. സം ചെയേഴ്സ് ആർ ബെഡ്സ് അതും കറക്റ്റ് അല്ല. അപ്പൊ എന്താണ്? നൈദർ കൺക്ലൂഷൻ 1 നോർ കൺക്ലൂഷൻ 3 ഫോളോസ് എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആയില്ലേ? നമുക്കിനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. HLA ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത് നോക്കിക്കേ. ഇത് പുറകിലേക്കാണ് പോവേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഇതാ ഇവിടുന്ന് ഒന്ന് ചെയ്ത് നോക്കാം. PQRST ഇതാ ഇവിടുന്ന് നോക്കാം അല്ലെ. PQRSTUV +6 ആണ്. അപ്പൊ നമ്മൾ പിയുടെ തൊട്ട് മുന്നേയുള്ള 6 ലെറ്റേഴ്സ് എന്തായാലും ജെ ആണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആയി അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ടിയുടെ പുറകിലുള്ള 6th ലെറ്റർ ഏതാണെന്നാണ് നോക്കണ്ടേ. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. എങ്ങനെ നോക്കാം? ഇവിടെ ടി വരുന്നുണ്ട് അല്ലെ. ടി ജെ എന്ത് ചെയ്യണം? കെ ടി എമ്മും എന്നും ആണ്. നമുക്ക് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കാം. MNOPQRST നമുക്ക് 6 എണ്ണാണ് വരേണ്ടത് അല്ലെ. എമ്മിൽ നിന്നും 1 2 3 4 5 6 ഏഴാമത്തെയാണ് ടി. അപ്പൊ എന്താണ്? എൻ ആണ് നമുക്ക് വരുന്നത്. ജെ എൻ വരുന്നുണ്ട്. അപ്പൊ ഇത് 2 എണ്ണം അല്ലാന്ന് മനസ്സിലായി. ഇനി സി ആണോ ബി ആണോ എന്ന് നോക്കണം അല്ലെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഐ നോക്കണം അല്ലെ. ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം ബിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ബി സി ഡി ഇ എഫ് ജി എച്ച് ഐ ആറാമത്തേത് ഏതാന്ന് നോക്കണം. അപ്പം 6 5 4 3 2 1 എന്താണ്? സി ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? JNC ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് കയ്യിൽ കിട്ടുന്ന ടൈമിൽ ഏതാണോ ആ ടൈമിൽ അവിടെ കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റണത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതെന്താണ്? ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്. P into Q ആണ്. P into Q എന്ന് പറഞ്ഞാൽ എന്താണ്? P is the wife of B ആണ് അല്ലെ. അപ്പൊ P ആരാണ്? ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ വൈഫാണ്? ബിയുടെ വൈഫാണ്. അപ്പൊ ബി മെയിൽ ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. പ്ലസും മൈനസും കൺഫ്യൂഷൻ ഉള്ളവർ FM എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഇനി എന്താണ് അടുത്തത്? ഡിവിഷൻ ആണ്. ബിയുടെ അല്ല ക്യൂടെ. ഓക്കെ, Q divided by T എന്ന് പറഞ്ഞാൽ Q is the father of B. Q ആരുടെ അച്ഛനാണ്? ടിയുടെ അച്ഛനാണ്. ഓക്കെ, അടുത്തത് എന്താണ്? T plus Z ആണ്. പ്ലസ് എന്ന് പറഞ്ഞാൽ ഇതാ T is the mother of B. അപ്പൊ എന്താണ്? ടി ഫീമെയിൽ ആണെന്ന് മനസ്സിലായി. ആരുടെ അമ്മയാണ്? സെഡിന്റെ അമ്മയാണ്. Z minus S ആണ്. Z minus S എന്ന് പറഞ്ഞാൽ Z is the brother of S. Sന്റെ ബ്രദർ. അപ്പൊ Z ആരാണ്? മെയിൽ ആണെന്ന് മനസ്സിലായി. S ഇനി S #K ആണ്. അപ്പൊ S എന്താണ്? S is the daughter of B. Zന്റെ സിസ്റ്റർ ആണ് അല്ലെ. Z സിസ്റ്റർ ആണ്. അപ്പൊ ഇത് ഡോട്ടർ എന്ന് പറയുമ്പോൾ S ഫീമെയിൽ ആണ്. ആരുടെ ഡോട്ടർ ആണ്? കെയുടെ ഡോട്ടർ ആണ്. K മെയിൽ ആണ്. ടിയുടെ ഹസ്ബൻഡ് ആയിരിക്കും.
ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? കെയും ക്യൂവും തമ്മിലുള്ള റിലേഷൻ. കെ ക്യൂവിന്റെ മോളുടെ ഹസ്ബൻഡ്, ദാറ്റ് മീൻസ് ഡോട്ടേഴ്സ് ഹസ്ബൻഡ്. കെ ഈസ് ക്യൂസ് ഡോട്ടേഴ്സ് ഹസ്ബൻഡ്. ഓക്കെ, അപ്പൊ പ്ലസ് മൈനസ് ഇട്ടിട്ട് നമുക്ക് ഫീമെയിലും മെയിലും കൺഫ്യൂഷൻ ഉള്ളവര് എഫ് എം എന്ന് എഴുതി പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ള കാര്യം? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 549 മൈനസ്, നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. ഇത് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്, അപ്പൊ മൈനസ് ആയിരിക്കും. മൈനസ് ചെയ്ത് നോക്കുക. 549 മൈനസ് 525 എന്ന് പറഞ്ഞാലും മൈനസ് 24 ആണ്. 525, 5 മൈനസ് 7 18, നമുക്ക് എന്ത് വരും? മൈനസ് 48 എന്ന് വരും. ഇവിടെ 24 into 2 ആണ് അല്ലെ. ഇവിടെ അടുത്തത് എന്താ വരുന്നത്? മൈനസ് 72 എന്നാ വരിക. 7 മൈനസ് 5 2, 7 മൈനസ് 0 7, 4 മൈനസ് 4 0. അടുത്തത് 5 മൈനസ് 9 എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എന്താ കിട്ടുന്നത്? 6 എന്ന് കിട്ടും. ബാലൻസ് ചെക്ക് ചെയ്ത് വരുമ്പോൾ ദെൻ ഇവിടെ നിന്ന് കിട്ടും 96 എന്ന് കിട്ടും. ഇതെന്താണ്? 24 into 1, 24 into 2, 24 into 3, 24 into 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 24 into 5 ആണ് നമ്മൾ ചെയ്യേണ്ടത്. 24 into 5 എന്ന് പറഞ്ഞാൽ 120 ആണ്. നമ്മൾ എന്ത് ചെയ്യണം? 309 മൈനസ് 120 ആണ് ചെയ്യേണ്ടത്. 9 നിന്ന് 0 പോകുമ്പോൾ ബാലൻസ് 9 ആണ് വരിക. ഇവിടെ 10 എന്ന് വരും, ഇവിടെ 2 എന്ന് വരും. 10 നിന്ന് 2 189 എന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയോ? മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, if each vowel of the word marketing is replaced by its subsequent letter, ആദ്യം ഏതൊക്കെ വവൽസ് നോക്കുക. എ ഇ ഐ ആണ് വവൽസ്. ഓക്കെ, അപ്പൊ എ എന്താണ്? എയുടെ സബ്സീക്വന്റ് ബി ആണ്. ഇവിടെ 2 പ്ലേസ്, ആദ്യം ഒരു പ്ലേസ് ബി, 2 എണ്ണം ഇട്ടു. ഇ കഴിഞ്ഞാൽ എഫ് ആണ്, അത് കഴിഞ്ഞ് ഒരെണ്ണം ഇട്ടു. ഐ കഴിഞ്ഞാൽ ജെ, എൻ ജി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബാക്കിയുള്ളത് പ്രിസീഡിങ് ആണ് അല്ലെ. എം, എമ്മിന് മുന്നേ എന്താണ്? എൽ എം ആണ്. ആറിന് മുന്നേ എന്താ വരുന്നത്? ക്യു ആർ ആണ്. ദെൻ ജെ കെ എസ് ടി അല്ലേ. ദെൻ എന്താ വരുന്നത്? എം എൻ എഫ് ജി. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ലെഫ്റ്റിൽ നിന്നും ഫോർത്ത് ലെറ്റർ ഏതാണ്? 1 2 3 4. ജെ ആണ് ലെഫ്റ്റിൽ നിന്നും ഫോർത്ത് വരുന്ന ലെറ്റർ. ലെഫ്റ്റിൽ നിന്നും ഫോർത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്? ജെ ആണ് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാണെന്ന്? ഇതൊക്കെ നമുക്ക് ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയറും ആയിട്ടുണ്ടാവും. ഇതിനകത്തുനിന്ന് ഓഡ് വൺ ഔട്ട് ആണ് നമ്മൾ ചെക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പം ഓഡ് വൺ ഔട്ട് എടുക്കാനായിട്ട് നോക്കുക. ഇതിനകത്ത് ആദ്യത്തെ ലെറ്റർ ഏതാ വരുന്നത്? പി ആണ് വരുന്നത് അല്ലെ. അപ്പൊ നോക്കിക്കോ, പി ക്യു ആർ എസ് ടി അല്ലെ. പി ക്യു ആർ കഴിഞ്ഞ് എസ് വന്നു, ടി കഴിഞ്ഞു യു വി. ഓക്കെ, അപ്പൊ ഇത് ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലായി. അടുത്ത പാറ്റേൺ ഇങ്ങനെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. എൽ എം എൻ ഒ ശരിയാണ്. ദെൻ പി ക്യു ആർ ശരിയാണ് അല്ലെ. അടുത്തത് എന്താണ്? എൻ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എൻ ഒ പി ക്യു ആർ എസ് ടി. അപ്പൊ പിന്നെ എന്തായിരിക്കും? ഇത് തന്നെ ആയിരിക്കും ഓഡ് വൺ ഔട്ട് വരിക. ഓക്കെ, നമുക്ക് ഓഡ് വൺ ഔട്ട് ഏതാണെന്നുള്ളത് 3 എണ്ണവും ഒരേ പാറ്റേൺ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് വൺ ആയിരിക്കും ഓഡ് വൺ ആയിട്ട് ഉണ്ടാവുക. അത് ക്ലിയർ ആയില്ലേ? നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a certain code language, climb the mountains is written as ദാ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. Climb the treeയും തന്നിട്ടുണ്ട്, BG CX JS. അപ്പൊ ഇവിടെ എന്താണ്? BGയും JSഉം നമുക്ക് കോമൺ ആണ്. ഇവിടെ ട്രീ എന്നുള്ള വേർഡ് ഈ ഒരു സെക്കൻഡ് സെന്റൻസിലാണ് ഉള്ളത്. CX ആണ് അവിടെ ഉള്ളത്. സോ നമ്മുടെ ആൻസർ എന്താണ്? CX ആണ് വരുന്നത്. ട്രീയുടെ കോഡ് എന്ന് പറയുന്നത് CX ആണ്. ഓക്കെ, അടുത്തത്
സെയിം തന്നെയാണ് ഹിസ്റ്ററിയുടെ വേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, വവ്വല് പ്രിസീഡിങ് ലെറ്റർ വെച്ചിട്ടും കൺസണന്റ് സക്സീഡിങ് ലെറ്റർ വെച്ചിട്ടും കൊടുക്കണം. അപ്പം എച്ച് എന്താണ്, എച്ച് വവ്വലല്ല, സോ കൺസണന്റ് ആണ്, സക്സീഡിങ് ആണ്, എച്ച് ഐ. ഐ പ്രിസീഡിങ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എച്ച് ആണ് അവിടെ വരുന്നത് അല്ലെ. നമുക്ക് ഇവിടെ എഴുതാം ഐ എന്ന് എഴുതി, ഐ വവ്വൽ ആയതുകൊണ്ട് എച്ച് എന്ന് കൊടുക്കണം, എസ് വവ്വൽ അല്ല, സോ എസ് എന്താണ്, എസിന് പ്രിസീഡിങ് സക്സീഡിങ് ആണ് ടി. ടിയുടെ മുന്നേ വരുന്നത് യു ആണ്. ദെൻ ഒ നമുക്ക് എന്താണ്, വവ്വൽ ആണ്, സോ ഒ കഴിഞ്ഞിട്ട് ഓക്ക് മുന്നേ എന്താണ് വരുന്നത്, എൻ ആണ് വരുന്നത്, ആർ എസ് വൈ സെഡ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമ്മളോട് ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഹൗ മെനി വവ്വൽസ്, ഇതിനകത്ത് എത്ര വവ്വൽസ് ഉണ്ട്, ഐ ഉണ്ട്, യു ഉണ്ട്, 2 വവ്വൽസ് ആണ് ആ ഒരു വേർഡിനകത്ത് ഉള്ളത്. പുതുതായിട്ട് ഫോം ചെയ്ത വേർഡിനകത്ത് എത്ര വവ്വൽസ് ആണുള്ളത്, 2 വവ്വൽസ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓൾ റോപ്സ് ആർ ചെയിൻസ്, എല്ലാ റോപ്പും എന്താണ്, ചെയിൻ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാ ചെയിനും എന്താണ്, വയറാണ്. ഓക്കെ, നമ്മളോട് എന്താണ്, ഓൾ വയേഴ്സ് ആർ റോപ്സ്, എല്ലാ വയറും റോപ്പാണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. ഓൾ റോപ്സ് ആർ വയേഴ്സ്, എല്ലാ റോപ്പും വയർ ആവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്, ഓൺലി കൺക്ലൂഷൻ 2 ഫോളോസ്. ക്ലിയർ ആയില്ലേ, എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. In a certain code language, Plow is written as 7164, Wolf is written as 1564. F ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്തുള്ളത് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം 5 ആണ് ഇതിനകത്തുള്ളത്. സോ എഫിന്റെ ന്യൂമറിക്കൽ കോഡ് എന്താണ്, 5 ആണ് എഫിന്റെ ന്യൂമറിക്കൽ കോഡ്. ഓക്കെ, അടുത്തത് ഇത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അല്ലെ. എന്താണ്, മൈനസ് എന്ന് പറഞ്ഞാല് ഇൻറ്റു ആണ്, 22 into 5 plus 3 minus 12 divided by 3 എന്ന് വരും. 22 into 5 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, 110 എന്ന് കിട്ടും, പ്ലസ് 3 മൈനസ് 4. ഇവിടെ എന്ത് കിട്ടും, 110 മൈനസ് 1 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ 109 എന്നാണ് കിട്ടുക. 109 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. എക്സ് ഈസ് ടു 112, 15 ഈസ് ടു വൈ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻ എന്താണെന്നാണ് നോക്കേണ്ടത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 12 മൈനസ് 2 എന്താണ്, 10 ആണ് അല്ലെ. 10ന്റെ സ്ക്വയർ എന്താ, 100 ആണ്. 100 പ്ലസ് 12 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 112 എന്ന് കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 15 മൈനസ് 2 എന്താ, 13 ആണ്. 13 സ്ക്വയർ എന്താ, 169 ആണ്. പ്ലസ് 15 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക, 4, ബാലൻസ് 1, 6 plus 2 8, 184. ഒന്ന് നോക്കിയേ, 12ഉം 184ഉം അല്ലേ ഓപ്ഷൻ 1ൽ കിടക്കുന്നത്. സോ നമ്മുടെ ആൻസർ എന്താണ്, ഓപ്ഷൻ 1 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നമ്മൾ കുറച്ചധികം മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് അറിയാവുന്ന മെത്തേഡുകൾ എന്തെങ്കിലും ഒക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ഇത് കുറേ അധികം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നമ്പേഴ്സ് കാണുമ്പോൾ ഇത് ഏത് റിലേഷൻ ആയിരിക്കും ഇവർ തമ്മിൽ എന്നുള്ളത് നമുക്ക് തന്നെ വരും. ഞാനിത് പറയുമ്പോൾ ആരും വിശ്വസിക്കില്ല, പക്ഷെ അതാണ് സത്യം. കുറച്ചധികം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും, ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ളൊരു ഐഡിയ നമുക്ക് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി റോ 48 സ്റ്റുഡൻസ് ഫേസിങ് നോർത്ത്, 48 കുട്ടികൾ നോർത്ത് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. നോർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക്. ടിനു ഈസ് 15th ഫ്രം ദ ലെഫ്റ്റ്, ലെഫ്റ്റിൽ നിന്നും 15ാമതായിട്ടാണ് ആരിയ്ക്കുന്നത്, ടിനു ഇരിക്കുന്നത്. 15ാമതായിട്ടാണ് ഇരിക്കുന്നത്. ഇഫ് ദിനേശ് ഈസ് 9th ടു ദ റൈറ്റ് ഓഫ് ടിനു, ടിനുവിന്റെ 9th ആണ് ദിനേശ്. 9th എന്ന് പറയുമ്പോൾ 15, 16, 17, 18, 19, 20, 21, 22, 23, 24. 24ാമതായിട്ടാണ് ആരിയ്ക്കുന്നത്, ദിനേശ് ഇരിക്കുന്നത് ഫ്രം റൈറ്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
ഫ്രം ലെഫ്റ്റ്, റൈറ്റിൽ നിന്നും ദിനേശിന്റെ പൊസിഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 48 കുട്ടികളാണ് അല്ലെ. ദിനേശ് 24 ആണെങ്കിൽ ഇനി ദിനേശിനെ കഴിഞ്ഞ് ഇവിടെ എത്ര കുട്ടികളുണ്ട്? 24 കുട്ടികളുണ്ട്. അപ്പൊ അവിടുന്ന് റൈറ്റിൽ നിന്നും കൗണ്ട് ചെയ്യുമ്പോൾ ഈ ഒരു 24 കഴിഞ്ഞ് ദിനേശ് ഇരിക്കുന്നത് എത്രാമതാണ്? 25-മതായിട്ടാണ് ദിനേശ് ഇരിക്കുന്നത്. ഓക്കെ, ദിനേശ് ഇരിക്കുന്നത് 25-മത്തെ പൊസിഷനിലാണ് ഫ്രം റൈറ്റ്. അടുത്തത്, there will be waterlogging in Grand Road for next 3 days due to work plan. The road is closed for traffic till further notice. Okay, അതാണ് നമ്മുടെ കോസ് എന്ന് പറയുന്നത്. ഇനി അതിനെടുക്കുന്ന ആക്ഷൻ എന്താണെന്ന് നോക്കാം. The traffic police should increase the number of personnel present on Grand Road to effectively coordinate traffic diversions. ട്രാഫിക് പോലീസിന്റെ ആൾക്കാരുടെ എണ്ണം കൂട്ടിയിട്ട് ഡൈവേർട്ട് ചെയ്യാൻ, അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അടുത്തത്, the traffic police should issue a notification in leading newspapers about traffic diversions and alternate routes which can be used by the general public till Grand Road remains closed. അതും ശരിയാണ് അല്ലെ, നമുക്കൊരു പബ്ലിക് നോട്ടീസ് കൊടുക്കാം. അപ്പൊ എന്താണ്? both conclusion follows. Okay, അടുത്തത്, 7 persons straight row facing north. നോർത്തിലേക്ക് ഫേസ് ചെയ്തിട്ട് 7 പേര് ഇരിക്കുന്നുണ്ട്. 1 2 3 4 5 6 7 7 പേര് നോർത്തിലേക്ക് ഫേസ് ചെയ്തിരിക്കുന്നുണ്ട്. ഓൺലി 2 persons are sitting to the left of B. ബിയുടെ ലെഫ്റ്റിൽ 2 പേരേ ഉള്ളൂ. അപ്പൊ ബിയുടെ പൊസിഷൻ ഇവിടെ ആയിരിക്കും. ഓൺലി 3 persons are sitting between B and K. ബിയുടെയും കെയുടെയും ഇടയിൽ 3 പേരാണ്. സോ കെയുടെ പൊസിഷൻ ഇവിടെയാണ്. F is sitting second to the right of B. ബിയുടെ റൈറ്റിൽ നിന്നും സെക്കൻഡ് ആയിട്ടാണ് ആരിയിരിക്കുന്നത്? F ഇരിക്കുന്നത്. ഓൺലി 2 persons are sitting between F and C. എഫിന്റെയും സിയുടെയും ഇടയിൽ 2 പേരാണുള്ളത്. സോ സിയുടെ പൊസിഷൻ ഇവിടെയാണ്. G is sitting one place to the right of E. ഇയിൽ നിന്നും റൈറ്റ് സൈഡിലേക്കാണ് ആരിയിരിക്കുന്നത്? ജി ഇരിക്കുന്നത്. അപ്പോ ജി ഇവിടെ ആയിരിക്കും. ഇ എവിടെയാണ്? ഇവിടെ ആയിരിക്കും. ലെഫ്റ്റിൽ, അതായത് ജി സിറ്റിംഗ് ഇയുടെ റൈറ്റിലേക്കും ഡിയുടെ ലെഫ്റ്റിലേക്കുമാണ്. അപ്പൊ എന്താണ്? ഡി ഇവിടെയും ജി ഇവിടെയുമായിട്ട് നമ്മൾ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ജിയുടെ റൈറ്റിൽ എത്ര ആൾക്കാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ജിയുടെ റൈറ്റിൽ എത്ര പേരുണ്ട്? 3 പേരാണ് ജിയുടെ റൈറ്റ് സൈഡിൽ ഉള്ളത്. ഓക്കെ, ക്ലിയർ ആയില്ലേ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ള കാര്യം? നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സി കഴിഞ്ഞ് എല്ലിലേക്ക് എത്താം. ഓക്കെ, സി D E F G H I J K L +9 ആണ് വരുന്നത്. ഓക്കെ, നമുക്കിനി എഫിന്റെ കേസ് ഒന്ന് നോക്കാം. എഫ് G H I J K L M N O +9 തന്നെയാണ് ഓയും വരുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി? +9 ആണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് ഇവിടുന്ന് ചെയ്യാം. ഡി കഴിഞ്ഞിട്ട് എന്ത് വരും? D E F G H I J K L M ആണെന്ന് മനസ്സിലായി അല്ലെ? M ആണെന്ന് മനസ്സിലായി. അപ്പൊ ഈ 2 ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്തു. അടുത്തത് ജി കഴിഞ്ഞ് 9th വൺ. ജി കഴിയുമ്പം G H I J K L M N O P ആണ് വരുന്നത് അല്ലെ? അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? MPS എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്. ഓക്കെ, MPS ആണ് നമ്മുടെ ആൻസർ. അടുത്തത്, ഓഡ് വൺ ഔട്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഓഡ് വൺ ഔട്ടിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുക. ഓക്കെ, ഇയും വൈയും, ഇ കഴിഞ്ഞ് ഇയുടെ പുറകിലേക്കാണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? വൈ ആദ്യം എഴുതി, അല്ലെങ്കിൽ ഇ എഴുതാം. കുറച്ചുകൂടെ നല്ലത് വൈ എഴുതേണ്ടതാണ് പുറകിലേക്ക് പോവാൻ. വൈ സെഡ് എ ബി സി ഡി ഇ എന്ന് കിട്ടി നമുക്ക്. 5 എണ്ണാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ എന്താണ്? എച്ച് ഐ ജെ കെ എൽ എം എൻ 5 എണ്ണം വെച്ച് വന്നിട്ടുണ്ട്. ഈ സെയിം മെത്തേഡ് ആണോ അടുത്തതിൽ ഫോളോ ചെയ്യണത് എന്ന് നോക്കിയിട്ട് നമുക്കിത് കൺഫേം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? വൈ ആണ് ആദ്യം എഴുതിയത്. സോ ഇവിടെ എൻ ആദ്യം എഴുതുക. N O P Q R S T. അപ്പൊ ആ മെത്തേഡ് തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? അടുത്തത് ഏതാണ്? W X Y Z A B C എന്ന് നമുക്ക് കിട്ടി.
ഇവിടെയും അത് തന്നെയാണ് വരിക. നമ്മുടെ ഓഡ് വൺ ഔട്ട് എന്താണ്? ZIUD ആണ് ഓഡ് വൺ ഔട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് സെക്കൻഡ് ഷിഫ്റ്റിൽ. ഫസ്റ്റ് ഷിഫ്റ്റിൽ സെക്കൻഡ് ഡേ ചോദിച്ച റീസണിങ്ങിന്റെ ക്വസ്റ്റ്യൻസ്. പറഞ്ഞു തന്ന ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉള്ള ക്വസ്റ്റ്യൻസോ റിപ്പീറ്റ് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും അടുത്ത വീഡിയോടൊപ്പം അത് ആഡ് ചെയ്തിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെയും സപ്പോർട്ട് ചെയ്തവർ ഇനി അങ്ങോട്ടേക്കും നിങ്ങളുടെ സപ്പോർട്ട് കണ്ടിന്യൂ ചെയ്യുക. നമുക്ക് കൂടുതൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻസും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും താങ്ക് യു.